ഹായ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു സയൻസ് ക്ലാസ്. നമ്മൾ ഫോർത്തിന്റെ പുതിയൊരു ചാപ്റ്ററിലോട്ട് പോവുകയാണ്. അപ്പൊ ക്ലാസ്സിൽ ഫോർത്തിലെ എല്ലാവരും റെഡി അല്ലേ? പുതിയൊരു ചാപ്റ്ററിലേക്ക് റെഡി ആണല്ലേ? നമ്മുടെ ഇന്നത്തെ ചാപ്റ്റർ ഏതാണെന്ന് അറിയാമോ? യൂണിറ്റ് 5 ആണ്. ചാപ്റ്ററിന്റെ പേര് മെറ്റീരിയൽസ്, സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ്. മെറ്റീരിയൽസ്, സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ്. ഓക്കെ, സോളിഡും ലിക്വിഡും ഗ്യാസും ഒക്കെയാണ് നമ്മളിന്നിവിടെ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, എന്താണ് സോളിഡും ലിക്വിഡും ഗ്യാസും എന്നൊക്കെ പറഞ്ഞാൽ ദർ ഇസ് എ ടൈപ്പ് ഓഫ് മാറ്റർ. ഓക്കെ, നമുക്ക് അവിടെ നമ്മുടെ കിറ്റിയും മൗസിയും എന്തോ സംസാരിക്കുന്നുണ്ട്. ലുക്ക് അറ്റ് മൗസി. എവറിത്തിങ് വി സീ അറൗണ്ട് us ഈസ് മാറ്റർ. നമ്മുടെ ചുറ്റും കാണുന്ന എല്ലാം മാറ്റർ ആണത്രേ. അപ്പോ മറ്റേ കിറ്റി അവനോട് എന്തോ മറുപടി പറയുന്നുണ്ട്. എന്താ പറയുന്നവൻ? All matter is made up of molecules. എല്ലാ മാറ്റേഴ്സും ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത് മോളിക്യൂൾസിനാലാണ്. എല്ലാ മാറ്ററും ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത് മോളിക്യൂളിനാലാണ്. ആദ്യം പറഞ്ഞു, അയാൾ പറയാണ്, മൗസി പറയാണ്, എന്ത്? നമ്മുടെ ചുറ്റുമുള്ളതൊക്കെ മാറ്റർ ആണ്. എന്തൊക്കെയാണ് നമ്മുടെ ചുറ്റും കാണുന്നത്? ഒന്ന് പറയൂ നോക്കട്ടെ. TV കാണുന്നുണ്ട്, മൊബൈൽ ഫോൺ കാണുന്നുണ്ട്, സോഫ കാണുന്നുണ്ട്, പിന്നെ ഊണ് കഴിച്ച പാത്രങ്ങൾ കാണുന്നുണ്ട്, അമ്മ ഉപയോഗിച്ച സാരി കാണുന്നുണ്ട്, പിന്നെ അങ്ങനെ പലതും കാണുന്നുണ്ട്. ടേബിൾ കാണുന്നുണ്ട്, കട്ടില് കാണുന്നുണ്ട്, അങ്ങനെ പലതും കാണുന്നുണ്ട് അല്ലെ? ഇതൊക്കെ എന്താണെന്ന് അറിയാമോ? ഇതൊക്കെ മാറ്റർ ആണ്. ഈ മാറ്റർ എല്ലാം ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത് മോളിക്യൂൾസിനാലാണ്. മോളിക്യൂൾസ് എന്ന് പറയുന്നത് മാറ്ററിന്റെ ഏറ്റവും ചെറിയ പാർട്ടിക്കിൾസ് ആണ്. ഇനി നമ്മൾ ഈ ചാപ്റ്ററിൽ എന്തൊക്കെ പഠിക്കും എന്ന് ആദ്യം ഒന്ന് അറിഞ്ഞിരിക്കാം. എനിത്തിങ് ദാറ്റ് ഓക്യുപൈസ് സ്പേസ് ആൻഡ് ഹാസ് വെയിറ്റ് ഈസ് മാറ്റർ. എന്തെങ്കിലും ഒന്നിന് സ്ഥിതി ചെയ്യാൻ സ്ഥലമോ അതിന് വ്യക്തമായ മാസ് അല്ലെങ്കിൽ വെയിറ്റ്, ഭാരം ഉണ്ടെങ്കിൽ അതിനെ എന്ത് വിളിക്കുന്നു? മാറ്റർ എന്ന് വിളിക്കുന്നു. അതായത് എന്തെങ്കിലും ഒന്ന്, ആ ഒന്നിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം വേണം. ആ ഒന്നിന് സ്ഥിതി ചെയ്യാൻ, ഈ ചോക്ക് എടുക്കുകയാണ്, ഇതിന് ഇവിടെ ഇരിക്കാൻ സ്ഥലം വേണ്ടേ? ഇനി ഈ ചോക്കിന്റെ ഇവിടെ എന്തെങ്കിലും വെച്ചാൽ ചോക്കിന്റെ ഉള്ളിലൂടെ കയറിയ ഒരു വസ്തുവിന് ഇരിക്കാൻ സാധിക്കുമോ? ഇല്ല. അതിന്റെ മേലെയല്ല എന്റെ കൈ നിൽക്കുന്നത്, ചോക്കിനകത്തോട്ട് കടന്നു പോകുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഇതെന്താണ്? ഒരു മാറ്റർ ആണ്. മാത്രമല്ല അതിന് ഭാരമില്ലേ? ഭാരമുണ്ട്. ചോക്കിന് വ്യക്തമായ ഭാരമുണ്ട്. അപ്പൊ ഇതെന്താണ്? ഒരു മാറ്റർ ആണ്. മാറ്റർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മോളിക്യൂൾസ്. മാറ്റർ എന്ന് പറയുന്നത് മോളിക്യൂൾസിനാൽ നിർമ്മിതമാണ്. Atoms join together to make different kinds of molecules. Atoms ചേർന്നാണ് മോളിക്യൂൾസ് ഉണ്ടാവുന്നത്. Next one, solid, liquids and gases are the 3 states of matter. മാറ്റർ എന്ന് പറയുന്നത് 3 അവസ്ഥകളിലാണ് കാണുന്നത്, 3 സ്റ്റേറ്റ്സിലാണ് കാണുന്നത്. ആ സ്റ്റേറ്റ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ് ആണ്. സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ് ആണ്. ഓക്കെ, 3 സ്റ്റേറ്റ്സ് ഏതൊക്കെയാണ്? സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ്. കൂടെ പറയൂ, സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ്. ഓക്കെ, then the properties of solid, liquid and gas. പിന്നീട് നമ്മൾ പഠിക്കുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡും ലിക്വിഡും ഗ്യാസുമാണ്. ഈ പറയുന്ന 3 അവസ്ഥയ്ക്കും 3 സ്റ്റേറ്റ്സിനും പ്രത്യേകം എന്തുണ്ട്? പ്രോപ്പർട്ടീസ് ഉണ്ട്. അവരുടേതായ their own പ്രോപ്പർട്ടീസ് ഉണ്ട്. ഗ്യാസസ് എങ്ങനെയാണ്? ഇങ്ങനെ വായുവിൽ പൊങ്ങി പോകുന്ന ഒന്നാണ്. ആൻഡ് ലിക്വിഡ്സ് എങ്ങനെയാണ്? ഒഴുകി പോകുന്നവയാണ്. സോളിഡ്സ് എങ്ങനെയാണ്? പ്രത്യേക രൂപങ്ങളിലുള്ളവയാണ് അല്ലേ? അപ്പൊ അതിന് അതുപോലത്തെ കുറെ പ്രോപ്പർട്ടീസ് ഉണ്ട്, അതൊക്കെ അറിയണം. ആൻഡ് പിന്നെയോ, ചേഞ്ചസ് ഇൻ മാറ്റർ ക്യാൻ ബി ഫിസിക്കൽ ഓർ കെമിക്കൽ. അതായത് മാറ്ററിലുള്ള ചേഞ്ചസ് എന്ന് പറയുന്നത് ഫിസിക്കൽ ആയിരിക്കാം, ഒരുപക്ഷെ കെമിക്കൽ ആയിരിക്കാം. കെമിക്കൽ ചേഞ്ചും നടക്കുന്നു, ഫിസിക്കൽ ചേഞ്ചും നടക്കുന്നു. ആർക്കാണ് കെമിക്കലും ഫിസിക്കലും ചേഞ്ച് നടക്കുന്നത്? മാറ്ററിനാണ്. പിന്നെയോ, ഇനി പഠിക്കുന്നത് സം സോളിഡ്സ് ക്യാൻ ഡിസോൾവ് ഇൻ ലിക്വിഡ്സ് ടു ഫോം സൊല്യൂഷൻ. ചില സോളിഡ്സ് ഡിസോൾവ് ചെയ്യും. എന്തിൽ? ലിക്വിഡ്സിൽ ഡിസോൾവ് ആവും. ചില സോളിഡ്സ് ലിക്വിഡ്സിൽ ഡിസോൾവ്ഡ് ആയിട്ട് പുതിയ ഒന്നായി മാറും. അതാണ് സൊല്യൂഷൻ. ചില സൊല്യൂഷൻ ഉണ്ടാകുവാനായി ചില സോളിഡ്സ് ലിക്വിഡ്സിൽ സൊല്യൂട്ട് ആവും. അതിനെ സൊല്യൂഷൻ എന്ന് പറയും. ഓക്കെ, ഇതൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഇനി നമുക്ക് എന്താണ് മാറ്റർ എന്ന് ഡിസ്ക്രൈബ് ചെയ്ത് ഒന്ന് വായിച്ചു നോക്കാം. ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് വായിച്ചു നോക്കാം. What is matter? When we look around us, what do we see? നമ്മുടെ ചുറ്റും നോക്കുമ്പോൾ നമ്മൾ എന്താണ് കാണുന്നത്? We see chairs, tables, stones, rocks, animals, plants, water, smoke from factories and vehicles and many other things. നമ്മുടെ ചുറ്റും നമ്മൾ എന്തൊക്കെയാ കാണുന്നത്? വാഹനങ്ങളിൽ നിന്നുള്ള പുക കാണുന്നുണ്ട്, ഫാക്ടറീസിൽ നിന്നുള്ള പുക കാണുന്നുണ്ട്, ചെയർ കാണുന്നുണ്ട്, ടേബിൾ കാണുന്നുണ്ട്, കല്ലുകൾ കാണുന്നുണ്ട്, പാറകൾ കാണുന്നുണ്ട്, മൃഗങ്ങളെ കാണുന്നു, ചെടികളെ കാണുന്നു, മരങ്ങളെ കാണുന്നു, വെള്ളം കാണുന്നു അല്ലെ? ഇങ്ങനെ പലതും നമ്മൾ നമ്മുടെ ചുറ്റും കാണുന്നു.
അല്ലേ? ഇൻ വാട്ട് വേസ് ആർ ദീസ് തിങ്സ് വി see different from each other? എങ്ങനെയാണ് നമ്മൾ ഇവയൊക്കെ വ്യത്യസ്തമായി കാണുന്നത്? വെള്ളത്തെയും പുകയെയും സോളിഡ്സിനെ, അതായത് ഈ ബോക്സിനെയും ചെയറിനെയും ഒക്കെ നമ്മൾ വ്യത്യസ്ത രീതിയിൽ കാണുന്നത് എങ്ങനെയാണ്? From each other, different from, അതെങ്ങനെയാണ്? In what ways these things we see different from each other? പലതും ഓരോന്നിൽ നിന്നും വ്യത്യസ്തമാണ്. അതെങ്ങനെയാണ് നമ്മൾ അങ്ങനെ കാണുന്നത്? ഷേപ്സ്, ഒന്ന് അവരുടെ ഷേപ്സ് കാരണമാണ്. ഷേപ്സിൽ മാറ്റമുണ്ട് അല്ലേ? ഈ ബുക്കിനുള്ള ഷേപ്പ് അല്ല ഈ സ്പോഞ്ചിനുള്ളത്. അതുപോലെ ഈ ചെറിയ പെൻസിൽ ബോക്സിന്, പെൻസിൽ ബാസ്ക്കറ്റിനുള്ളത് ആ ഷേപ്പ് അല്ല. അതേപോലെ ഇതിൽ വെച്ചിരിക്കുന്ന പെൻസിലിന്റെ ഷേപ്പ് ഈ സ്പോഞ്ചിൻ്റെതല്ല, ഈ ചോക്കിൻ്റെതല്ല. അങ്ങനെ എല്ലാത്തിനും ഓരോരോ ഷേപ്സ് ആണുള്ളത് അല്ലേ? Yes, and the shapes are different. And color, sizes may be different. Color വേറെ ആയിരിക്കും, സൈസസ് വേറെ ആയിരിക്കും. They might be made up of different things. അത് ഉണ്ടാക്കിയിരിക്കുന്നതും ഡിഫറെന്റ് തിങ്സ് ഉപയോഗിച്ചാണ്. ഇത് ചോക്ക് പൗഡർ ഉപയോഗിച്ചുണ്ടാക്കുന്നതാണ് ചോക്ക്. സ്പോഞ്ച് ഉണ്ടാക്കുന്നത് പ്രത്യേക തരം ഒരു മെറ്റീരിയൽ ആണ്, തുണി പോലുള്ള എന്തോ ഒരു മെറ്റീരിയൽ ഉപയോഗിച്ചാണ്. പെൻസിൽ ഉണ്ടാക്കിയിരിക്കുന്നത് വുഡ് ഉപയോഗിച്ചും അതിനകത്ത് ഗ്രാഫൈറ്റ് എന്ന് പറയുന്ന ലെഡുമാണ് ഉപയോഗിച്ചിരിക്കുന്നത് അല്ലെ? പേജസ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്തിൽ നിന്നാണ്? പ്രത്യേക തരം മരങ്ങളെ ചതച്ചെടുത്തുണ്ടാക്കുന്ന തൊലികളെ ഫാക്ടറീസിലും കമ്പനീസിലും ഒക്കെ കൊണ്ടുപോയി അതിൻ്റെതായ കെമിക്കൽസ് ആഡ് ചെയ്ത് തിൻ ഷീറ്റ്സ് ആക്കി എടുത്ത് അതിനെ ഉണക്കിയെടുത്ത് കട്ട് ചെയ്ത് എടുക്കുന്നതാണ് ഈ പറയുന്ന പേപ്പേഴ്സ് അല്ലെ? അങ്ങനെ പലതാണ്. അതിനുപയോഗിച്ചിരുന്ന ചട്ട കുറച്ചുകൂടെ ഹാർഡായ ഒരു മെറ്റീരിയൽ ആണ്. അവ ജോയിൻ ചെയ്യാനായി വേറെ എന്തൊക്കെ ഉപയോഗിക്കുന്നു. അങ്ങനെ പല മെറ്റീരിയൽസ് ഉപയോഗിച്ചാണ് അവ ഉണ്ടാക്കിയിരിക്കുന്നത്. വാട്ട് സിമിലാരിറ്റി ഡു വി ഫൈൻഡ് എമംഗ് ദം? ഇവയിലൊക്കെ എന്താണ് നമ്മൾ കാണുന്ന സിമിലാരിറ്റി? ഇവയ്ക്കൊക്കെ ഒരു പ്രത്യേകത ഉള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, ഞാനിപ്പോൾ പറഞ്ഞ തിങ്സ് ഒക്കെയും എന്താണ്? സോളിഡ് സ്റ്റേറ്റ് ആണ്, എല്ലാം സോളിഡ് ആണ് അല്ലേ? അപ്പൊ അതിനെ സോളിഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നു. ഇനി നമ്മൾ കുറച്ച് കാര്യങ്ങൾ എടുക്കുകയാണ്. അടുക്കളയിൽ ഉപയോഗിക്കുന്ന വാട്ടർ, കുക്ക് ചെയ്യാനായി വെള്ളം എടുത്തു. ആൻഡ് ഇപ്പോൾ അമ്മ കറി ഉണ്ടാക്കി കഴിയുമ്പോൾ എന്ത് ചെയ്യും? കടുക് വറുക്കാനായിട്ട് എന്ത് ഉപയോഗിക്കും? ഓയിൽ ഉപയോഗിക്കും. ഓയിൽ എടുത്തു. ഓയിൽ തന്നെ പ്രത്യേക തരം ഓയിൽസ് ഉണ്ട്, പാം ഓയിൽ, അതുപോലെ പുറത്തു പോയാൽ എന്താണ് നമ്മൾ വണ്ടിയിൽ അടിക്കുന്ന പെട്രോൾ, ഡീസൽ, കെറോസിൻ, മണ്ണെണ്ണ വില കൊളുത്താൻ വേണ്ടത്, അങ്ങനെ പല ഓയിൽസ് ഉണ്ട്, വാട്ടർ ഉണ്ട്, ജ്യൂസസ് ഉണ്ട്. ഇതൊക്കെ എന്താണ്? ലിക്വിഡ് ഫോമിൽ കാണുന്നവയാണ്. ആൻഡ് നമ്മൾ ശ്വസിക്കുന്നത് എന്താണ്? ഓക്സിജൻ ആണ്. അറിയാമല്ലോ, നമ്മൾ ശ്വസിക്കുന്നത് എന്താണ്? ഓക്സിജൻ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പുറത്തോട്ട് വിടുന്നത് ആരാണ്? മൂക്കിലൂടെ പുറത്തോട്ട് വിടുന്നത് ആരാണ്? നമ്മൾ ബ്രീത്ത് ഔട്ട് ചെയ്യുന്നത് എന്താണ്? യെസ്, ഗുഡ്, ദാറ്റ് ഈസ് കാർബൺ ഡൈ ഓക്സൈഡ്. ഗുഡ്, കാർബൺ ഡൈ ഓക്സൈഡ് ആണ് നമ്മൾ പുറത്തോട്ട് വിടുന്നത്. ശരിയാണ്. അപ്പൊ അത് രണ്ടും എന്താണെന്ന് അറിയാമോ? ദാറ്റ് ആർ ഗ്യാസസ്. അത് ഗ്യാസസ് ആണ്. ഗ്യാസസിൽ തന്നെ ഡിഫറെന്റ് കൈൻഡ് ഓഫ് എന്താണ് ഗ്യാസസ് ഉണ്ട്. അതൊക്കെ ഗ്യാസ് ഫോംസിലാണ് കാണുന്നത്. അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിക്കുന്നു? ലിക്വിഡ്, ഗ്യാസ്, സോളിഡ്, മൂന്ന് സ്റ്റേറ്റിലുള്ളവയാണ്. അവ തന്നെ പല തരമുണ്ട്. ഓക്കെ, ഓൾ തിങ്സ് ഓക്യുപ്പൈ സ്പേസ്. ഈ തിങ്സിനൊക്കെ എന്ത് വേണം? ഓക്യുപ്പൈ ചെയ്യാൻ സ്പേസ് ആവശ്യമാണ്. ആൻഡ് ഓൾ തിങ്സ് ഹാവ് വെയിറ്റ്. എല്ലാ തിങ്സിനും എന്തുണ്ട്? ഭാരമുണ്ട് അല്ലെ? ഈ ചോക്ക് മുതൽ ഈ സ്പോഞ്ചിന് വരെ ഒരു ഭാരമുണ്ട്. All things that occupy space and have weight are called matter. Matter എന്ന് പറഞ്ഞാൽ all things that occupy space and have weight are called matter. എന്താണ് matter? All things that occupy space and have weight are called matter. And have weight. Occupy ചെയ്യാൻ സ്പേസ് വേണം, ആൻഡ് have weight, ഒരു വെയിറ്റ് ഉണ്ടാവും. ഇങ്ങനെയാണെങ്കിൽ അതിനെ എന്ത് പറയും? മാറ്റർ എന്ന് പറയും. ഓക്കെ, അപ്പൊ തന്നെ പഠിക്കുക. And water, animals, table, chair, air inside a balloon, plants, brick and all other things around us are matter. നമ്മുടെ ചുറ്റും കാണുന്ന ബലൂണിലുള്ള കാറ്റായിക്കോട്ടെ, പ്ലാന്റ്സ് ആയിക്കോട്ടെ, ചെയർ ആയിക്കോട്ടെ, ടേബിൾ ആയിക്കോട്ടെ, അനിമൽസ് ആയിക്കോട്ടെ, വാട്ടർ ആയിക്കോട്ടെ, ഇതൊക്കെ എന്താണ്? മാറ്റർ ആണ്. The amount of space each take up is called its volume. ഇതിൽ ഓരോ വസ്തുവും അതിന് സ്ഥിതി ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന എമൗണ്ട് ഓഫ് സ്പേസിനെയാണ് അതിന്റെ വോളിയം എന്ന് പറയുന്നത്. എയർ ഈസ് ഓൾസോ മാറ്റർ. എയറും എന്താണ്? ഒരു മാറ്റർ ആണ്. ഇറ്റ് ഹാസ് വെയിറ്റ് ആൻഡ് ഇറ്റ് ഈസ് ടേക്ക് അപ്പ് സ്പേസ്. അതിന് വെയിറ്റ് ഉണ്ട് ആൻഡ് അതിന് സ്പേസ് ആവശ്യമാണ്. ഓക്കെ, ബലൂണിലോട്ട് നിറയ്ക്കുമ്പോൾ എന്താവും? ബലൂണ് വീർക്കും. കൂടുതൽ എയർ കൂടുമ്പോൾ കൂടുതൽ വീർക്കും അല്ലെ? അവസാനം അതിന് താങ്ങാൻ പറ്റാത്ത എയർ ആകുമ്പോൾ അത് പൊട്ടിത്തെറിക്കും അല്ലെ? അങ്ങനെയാണ്. അപ്പൊ അതിന് പ്രത്യേകം വെയിറ്റ്സും ഉണ്ട്. തൂക്കി നോക്കിയാൽ നമുക്കറിയാം അതിന്റെ വെയിറ്റ് എത്രയാണെന്ന്. ഓരോ കുറച്ചായി നമ്മൾ ഊതി നിറയ്ക്കുമ്പോഴും അതിന്റെ വെയിറ്റ് മാറിക്കൊണ്ടിരിക്കും. Now let's find out what matter is made up of. എങ്ങനെയാണ് മാറ്റർ ഉണ്ടാവുന്നത്? എന്തിനാലാണ് മാറ്റർ നിർമ്മിതമായിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. All matter is made up of tiny particles. ഓരോ മാറ്ററും ഉണ്ടാക്കിയിരിക്കുന്നത് ടൈനി പാർട്ടിക്കിൾസ് ഉപയോഗിച്ചാണ്. ടൈനി പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ചെറിയ പാർട്ടിക്കിൾസ്, ചെറിയ
ചെറിയ ചെറിയ കണികകളാൽ നിർമ്മിതമാണെന്ത് ഓരോ മാറ്ററും. They are so small that we cannot see them. അവ വളരെ ചെറുതാണ്, അവയെ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കില്ല. They are called molecules. അവയെ എന്ത് വിളിക്കുന്നു? Molecules എന്ന് വിളിക്കുന്നു. അവയെ എന്ത് വിളിക്കുന്നു? Molecules എന്ന് വിളിക്കുന്നു. The molecules are made up of still smaller particles called atom. ആ മോളിക്യൂൾസ് അതിലും ചെറിയ ചില ടൈനി പാർട്ടിക്കിൾസിനാൽ നിർമ്മിതമാണ്. മോളിക്യൂൾസ് എന്തിനാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അറിയാമോ? അവയെ ആറ്റംസ് എന്ന് വിളിക്കുന്നു. They are called atoms. Okay. അപ്പോൾ ഓരോ മാറ്ററും മോളിക്യൂൾസിനാൽ നിർമ്മിതമാണ്, ഓരോ മോളിക്യൂൾസും ആറ്റംസിനാൽ നിർമ്മിതമാണ്. There are about 100 kinds of atoms. ഇവിടെ ഒരുപാട് ആറ്റംസ് ഉണ്ട്, 100 കണക്കിന് ആറ്റംസ് ഉണ്ടെന്നാണ് പറയുന്നത്. These atoms join in different ways to make millions of different types of molecules. ഈ atoms are different ways lode join ആവുകയും make millions of different types of molecules and different types of molecules, millions of different types of molecules ഉണ്ടാക്കുകയും ചെയ്യുന്നു. That is why there are millions of things around us. അതുകൊണ്ടാണ് നമ്മുടെ ചുറ്റും millions of things ഉള്ളത്. നമുക്ക് നമ്മുടെ ചുറ്റുമുള്ള പല സാധനങ്ങളെ കാണാം അല്ലേ? ചെങ്കല്ല് മുതൽ മണ്ണ്, കല്ല്, പുല്ല്, ചെടിയിൽ തന്നെ വൈഡ് വെറൈറ്റീസ്, മരങ്ങളിലുള്ള വൈഡ് വെറൈറ്റീസ് അല്ലേ, പായൽ, പൂപ്പൽ, അങ്ങനെ എന്തൊക്കെ തിങ്സ് ആണ്. ഗ്യാസസിലുള്ള വൈഡ് വെറൈറ്റി, കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രോജൻ, ഓക്സിജൻ, അങ്ങനെ പലതരം വാതകങ്ങൾ. ആൻഡ് ലിക്വിഡ്സ് തന്നെ എത്ര ടൈപ്പ് ഓഫ് ലിക്വിഡ്സ് ആണ്. നമ്മളിത് മാത്രം കുടിക്കുന്ന ലിക്വിഡ്സ് എത്രയാണ്? പാല്, മോര്, തൈര്, വെള്ളം, സംഭാരം, ജ്യൂസസിന്റെ പല കൈൻഡ് ഓഫ് ജ്യൂസസ് അല്ലേ, ആൻഡ് ഷുഗർ സൊല്യൂഷൻ, വാട്ടർ സൊല്യൂഷൻ, ആൻഡ് സോൾട്ട് സൊല്യൂഷൻ, അങ്ങനെ പലതരം സൊല്യൂഷൻ. കെമിക്കൽ സൊല്യൂഷൻസ് വേറെ അല്ലെ, കെമിക്കൽ പ്രോഡക്ട്സ് ആയിട്ടുള്ള കുറേ സൊല്യൂഷൻസ് ഉണ്ട്, ലിക്വിഡ്സ് ഉണ്ട്, ഓയിൽസ് ഉണ്ട്, അങ്ങനെ പലതരം ലിക്വിഡ്സ് നമുക്ക് അവൈലബിൾ ആണ്. സോളിഡ്സിലും പല തിങ്സ് നമുക്ക് അവൈലബിൾ ആണ്. ആൻഡ് ഇനി നമ്മൾ ദ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ഏതൊക്കെയായിരുന്നു പഠിച്ച? സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. ഈ 3 ഡിസ്ക്രൈബ് ചെയ്ത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും. ഓക്കെ, ബൈ.